എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ടെമരിയും നാറയും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഈനോയ്ക്കാവട്ടെ ഇവിടെ ഒന്നും പിടികിട്ടില്ല. നാറ പറയും, അന്ന് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ സഹായത്തിനായി ഇവിടേക്ക് വന്നത്. അത് കേട്ട് ടെമരി ആവട്ടെ ഇപ്പൊ നാറയെ നോക്കി പുച്ഛിച്ചു ചിരിക്കുമ്പോ വില്ലത്തിക്ക് മനസ്സിലാവും ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന്. അവൾ ആ ഗ്യാപ്പ് നോക്കി ഇപ്പൊ കത്തിയെടുത്ത് വീണ്ടും വീശാൻ തുടങ്ങും. അത് കണ്ട് ടെമരി ആവട്ടെ അവളുടെ വിശറി എടുത്ത് വീശുമ്പോ ഇവിടെ കിബയും ചോച്ചി ആവട്ടെ ഇപ്പൊ കങ്കൂറെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോ ആ ചിന്ന പയ്യൻ വില്ലൻ അവൻ നമ്മുടെ ആൾക്കാരെ നോക്കി പുച്ഛിച്ചു ചിരിക്കും. അത് കണ്ട് കങ്കൂറ ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെന്താ കാര്യം? അത് കേട്ട് കിബ പറയും, ഞങ്ങൾ ഇവിടേക്ക് വന്നത് നിന്നെ സഹായിക്കാനാണ്. ഒരിക്കൽ നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ടിപ്പോ നിന്റെ ജീവൻ ഞങ്ങൾ രക്ഷിക്കുമെന്ന് പറയുമ്പോ ആ ഒരു വില്ലനാവട്ടെ വീണ്ടും 3 ഡ്രാഗൺസിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ നേർക്ക് വരും. അതേസമയം ഇവിടെ ആ ഒരു താടിക്കാരൻ വില്ലനാവട്ടെ ഫുൾ കലിപ്പില് ഇപ്പൊ ഗാരയുടെ അടുത്തേക്ക് വരും. ആ സമയത്ത് ആ വില്ലനാവട്ടെ ഒരു ഹാമർ എടുത്ത് വലിച്ചെറിയും. ഗാര അത് ക്യാച്ച് ചെയ്യും. പക്ഷെ ആ ഒരു ഹാമർ ആവട്ടെ ഗാരയുടെ ചക്ര പവർ അത് പതിയെ പതിയെ ഇപ്പൊ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഗാരയ്ക്ക് അവന് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അവനെ അവന്റെ സാൻഡ് തൂക്കിയെടുത്ത് ഇപ്പൊ മുകളിലേക്ക് കൊണ്ടുപോകും. വില്ലൻ ഒന്നും മനസ്സിലാവില്ല. അവൻ വണ്ടടിച്ച് അത് നോക്കി നിൽക്കും. കട്ട് ചെയ്ത ആ ഒരു മെയിൻ വില്ലൻ ആവട്ടെ മച്ചുകയും തൂക്കിയെടുത്ത് വലിയൊരു മലയുടെ മുകളിൽ കയറി ഇപ്പൊ ഫൈറ്റ് അതെങ്ങനെ പോകുന്നു എന്ന് അവൻ നോക്കി നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഇപ്പൊ പൊരിഞ്ഞ അടി നടക്കുന്നതായിട്ട് അവൻ കാണും. മാത്രമല്ല ഗാറ വലിയൊരു മണ്ണിന്റെ മേലെ കയറി നിന്ന് ആ ഒരു താടിക്കാരനെ കറക്കി എറിയുന്നത് അവൻ കാണും. കക്ഷുകയാവട്ടെ ഗാരയുടെ മുഖത്തെ ദേഷ്യം കണ്ട് അവൾ പേടിച്ചു പോകും. ഉടനെ വില്ലൻ ഗാരയെ കണ്ട് അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അൾട്ടിമേറ്റ് വെപ്പന്റെ മുൻപില് അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. ഇവിടെ കുട്ടപ്പനും ലിയോ ആവട്ടെ ഗാരയെ രക്ഷിക്കാനായിട്ട് ഓടി വരുമ്പോ ഗാറ ആ ഒരു വില്ലനെ എടുത്ത് അമ്മാനം ഇടുന്നത് കാണും. ഇവിടെ ആ ഒരു വില്ലത്തി ആവട്ടെ അവളുടെ കത്തി വെച്ച് വീശുമ്പോ ആ വീശിന്റെ പവർ കൊണ്ട് ഇപ്പൊ നാരയുടെ മുഖം തന്നെ കേറി അങ്ങോട്ട് പോവും. അത് കാണുമ്പോ നാരയ്ക്കും ഈനോയ്ക്കും മനസ്സിലാവും വളരെ ദൂരെ നിന്ന് തന്നെ അവളെ കൺട്രോൾ ചെയ്യണം. ഈനോയും നാരയും ഇപ്പൊ 2 സൈഡിലൂടെ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ അത് കണ്ട വില്ലത്തി ആവട്ടെ അവളുടെ കത്തി എടുത്ത് ഇപ്പൊ വീശി അവരെ 2 പേരെയും തെറിപ്പിച്ചു കളയും. ടെമരി വീണ്ടും അവളുടെ ചിറക് ഉപയോഗിച്ചുകൊണ്ട് വില്ലത്തിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവളെ കൊണ്ട് അതിന് കഴിയില്ല. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത കിബയെ അക്കമരു ആവട്ടെ ആ ഒരു ചിന്ന പയ്യനെ ഇപ്പൊ 4 ഭാഗത്തു നിന്നും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ചോച്ചി അവന്റെ പൊന്തം കൈകൊണ്ട് വില്ലനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോ കങ്കൂറ അവന്റെ പപ്പടികളെ ഉപയോഗിച്ചുകൊണ്ട് അവനെ മടക്കി ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ചിന്ന പയ്യൻ വില്ലൻ അവൻ നിസ്സാരക്കാരനല്ല. അവൻ എല്ലാവരെയും ഇപ്പൊ ഹായ് ആയിട്ട് തൊഴിച്ചങ്ങോട്ട് എറിയും. ഇവിടെ അതേ സമയത്ത് ഗാറ ആവട്ടെ ആ ഒരു താടിക്കാരൻ വില്ലനെ കറക്കി കറക്കി ഇപ്പൊ വലിച്ചങ്ങോട്ട് എറിയും. അവൻ അങ്ങനെ തന്നെ തെറിച്ചുപോയി വീഴും. പക്ഷെ അവൻ ചിരിക്കും. കാരണം അവരുടെ പ്ലാന് അതിപ്പോ കറക്റ്റായിട്ട് വർക്കൗട്ടായി. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലോങ് ഷോട്ടില് ആ ഒരു മെയിൻ വില്ലൻ ആവട്ടെ വലിയൊരു കത്തി എടുത്ത് ഇപ്പൊ മുകളിലേക്ക് ഉയർത്തും. ഇതാണ് ആക്ച്വലി ആ ഒരു അൾട്ടിമേറ്റ് വെപ്പൻ. അതേസമയം ഇവിടെ ഈനോയും നാറയും ഒരുപാട് ശ്രമിക്കുമെങ്കിലും അവളുടെ 7 അയലത്തെത്താനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ നാറ ദൂരത്തായിട്ട് വലിയൊരു വെള്ളച്ചാട്ടം കാണും. അവൻ ഉടനെ അത് ടെമരിക്ക് ചൂണ്ടിക്കാണിച്ച് എന്തോ ഒരു കാര്യം അവളുടെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇവിടെ ചോച്ചി ആവട്ടെ ഫൈറ്റ് ചെയ്ത് ഒരു വഴിക്കായി. നാറ ടെമരിയോട് സീക്രട്ട് പറയുന്ന കണ്ട വില്ലത്തി ആവട്ടെ അവൾ കത്തിയെടുത്ത് വീശാൻ തുടങ്ങുമ്പോ ദൂരത്തുനിന്നായിട്ട് എന്തോ ഒരു ലൈറ്റ് അവളുടെ കത്തിയിൽ റിഫ്ലക്ട് ചെയ്യും. അവൾ അങ്ങനെ തന്നെ ഇപ്പൊ 1 സെക്കൻഡ് അവിടെ ഫ്രീസ് ആയിട്ട് നിന്ന് പോകും. നാറയുടെ പ്ലാൻ കേട്ട ടെമരി ആവട്ടെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോ ആ ഒരു വില്ലത്തി ഇപ്പൊ അവിടുന്ന് ഓടുന്നതായിട്ട് അവര് കാണും. അതേ പച്ച വെളിച്ചം തന്നെ ആ ഒരു ചിന്നപ്പയ്യന്റെ കത്തിയിലും വീഴുമ്പോ അവനും അവിടുന്ന് ഓടാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇവിടെ എന്താ നടക്കണേന്ന്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ വില്ലന്മാരുടെ നേതാവട്ടെ ആ ഒരു ബ്രഹ്മാണ്ഡ ആയുധം അത് ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. അതിൽ നിന്നാണ് ആ ഒരു പച്ച വെളിച്ചം ഇപ്പൊ പുറത്തേക്ക് വന്നത്. അവൻ ആ കത്തി അങ്ങനെ പൊക്കിയെടുത്ത് ഇപ്പൊ തറയിലേക്ക് ഒരൊറ്റ കുത്തുകുത്തും. അവനെ പോലെ തന്നെ അവന്റെ കൂട്ടാളികളും അവരുടെ കത്തിയെടുത്ത് ഇപ്പൊ താഴേക്ക് കുത്താൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഇപ്പൊ ടോപ്പ് ആംഗിളിൽ കാണിക്കുക കാടിന്റെ നടുവില് ഇപ്പൊ ഒരു ട്രയാങ്കിള് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഒത്ത നടുക്കായിട്ട് നമ്മുടെ ഗാറ മാത്രം. അത് കണ്ട് നെജി അവൻ ടെൻഷനായിട്ട്
അത് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് വാട്ടർ വെയിൻ അറ്റാക്ക് ആണെന്ന് അവന് മനസ്സിലാവുക. അപ്പൊ ഉടനെ ആ മെയിൻ വില്ലൻ ആവട്ടെ എന്തോ ഒന്ന് പറയുമ്പോ വാട്ടർ ഡ്രാഗൺസ് ക്രിയേറ്റ് ആയി ഗാറയെയും അവന്റെ സാൻഡിനെയും ഇപ്പൊ അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്ത് കളയും. ഗാറ ഫ്രീസ് ആയിട്ട് ഇപ്പൊ അങ്ങനെ തന്നെ അനങ്ങാൻ വയ്യാതെ അതിന്റെ മേലെ നിന്ന് താഴേക്ക് വീഴും. വില്ലൻ ചിരിക്കും. കാരണം അത്രയും നാളും അവരാഗ്രഹിച്ചത് ഗാറ എങ്ങനെയെങ്കിലും തകർത്ത് അവനെ സ്വന്തമാക്കുക എന്നത് മാത്രമായിരുന്നു. വില്ലന്റെ വാട്ടർ ഡ്രാഗൺ ഇപ്പൊ ആ മണ്ണിനെ മുഴുവനായിട്ടും ഫ്രീസ് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗാറയ്ക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ടെമരി അത് കണ്ട് ടെൻഷൻ ആവുമ്പോ നാറ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇതല്ല ഇതിനപ്പുറം വന്നാലും നമ്മുടെ ഗാറ അവൻ പതറില്ല. മാത്രമല്ല അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ തന്നെ ലീയും കുട്ടപ്പനും അവന്റെ അടുത്തെത്തും. ഗാറ ആവട്ടെ ഇപ്പൊ താഴെ വീണ് കിടന്ന് അവന്റെ മണ്ണിനെ അവന്റെ സാൻഡ് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവനെ കൊണ്ട് കഴിയില്ല. അപ്പൊ അതേസമയം ആ താടിക്കാരൻ റോക്ക് നിഞ്ച അവൻ ഹായ് ആയിട്ട് ആ ഒരു ഹാമറും കറക്കി ഇപ്പൊ ഗാറയുടെ തൊട്ടടുത്തെത്തും. അവൻ ഗാറയുടെ തൊട്ടടുത്തെത്തുമ്പോ വീഴാണ്. അവന്റെ തലയ്ക്കൊരടി. അതാരാണ് നോക്കിയ സാക്ഷാൽ നമ്മുടെ ലീ. പുറകെ തന്നെ കുട്ടപ്പൻ ഓടി വന്ന് വില്ലന് 4 തൊഴി കൊടുക്കും. നമ്മുടെ ആൾക്കാരെ കാണുമ്പോ ഇപ്പൊ ഗാറയ്ക്ക് ഒരുപാട് സന്തോഷാവും. കുട്ടപ്പൻ പറയും, അന്ന് നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു, അതുകൊണ്ട് തീർച്ചയായിട്ടും നിന്നോടൊപ്പം ഞങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് നീ കക്ഷുകിയെ രക്ഷിക്കാൻ പറയുമ്പോ ഗാറയാവട്ടെ ഇപ്പൊ ഒട്ടും വയ്യാതെ പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. അപ്പൊ സാക്കുറ ഗാറയെ കണ്ട് അവള് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങും. ഗാറ അവരോട് പറയും അവന്റെ അടുത്തേക്ക് പോകരുത്, അവൻ ചക്ര പോയിന്റ്സ് അത് അബ്സോർബ് ചെയ്യും. പക്ഷെ നമ്മുടെ ലീ അത് മൈൻഡ് ചെയ്യാതെ അവനുമായിട്ട് ഫൈറ്റ് ഇടുമ്പോ വില്ലൻ ഉടനെ ഇപ്പൊ അവന്റെ പവറും അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ, ചക്ര പവർ എടുത്താലല്ലേ നിനക്ക് ഞങ്ങളെ തകർക്കാൻ കഴിയൂ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ കൈ ചുരുട്ടി ഇപ്പൊ വില്ലനെ ഇടിക്കാൻ തുടങ്ങും. കുട്ടപ്പന്റെ കൂടെ തന്നെ ഇപ്പൊ ലീയും ആ ഒരു വില്ലനെ ഇടിച്ച് ചമ്മന്തിയാക്കും. ഇവിടെ നാരയും ടമരിയും ആവട്ടെ ആ ഒരു വില്ലത്തിയെ അടിക്കാനായിട്ട് ഇപ്പൊ ചാടി ചാടി നിൽക്കുകയാണ്. അത് കണ്ട വില്ലത്തി അവളുടെ കത്തി എടുത്ത് ഇപ്പൊ ആഞ്ഞു വീശും. ഗ്യാപ്പിൽ ഈനോ ആവട്ടെ അവളെ ഇടിച്ചിടാനായിട്ട് അടുത്തേക്ക് അടുക്കുമ്പോ വില്ലത്തി അവളുടെ കത്തി എറിഞ്ഞ് ഈനോടെ കയ്യില് ഇപ്പൊ പരുക്ക് പറ്റും. ചോര തുളുമ്പി അവള് വേദന എടുത്ത് കരയുമ്പോ നാറ പറയും, നീ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യ്, നീ ഫൈറ്റ് ചെയ്യേണ്ട, കുറച്ചു നേരം നീ റെസ്റ്റ് എടുക്ക്. അങ്ങനെ 2 ടീമും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ ഫൈറ്റ്. ഇവിടെ സാക്കുര ആവട്ടെ അവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഗാരയുടെ പരുക്കുകളെല്ലാം തന്നെ ഇപ്പൊ ക്ലിയർ ആക്കി എടുക്കും. ഷിനോയുടെ ഈച്ചകള് ഇപ്പൊ ഈനോയ്ക്ക് വയ്യാന്നുള്ള കാര്യം കറക്റ്റായിട്ട് സാക്കുറെ അറിയിക്കും. ഗാറയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഇപ്പൊ സാക്കുര ആവട്ടെ ഈനോയുടെ അടുത്തേക്ക് പോകും. പക്ഷെ ഗാറ ആവട്ടെ അവളുടെ തൊട്ടു പിന്നാലെ തന്നെ പോകുമ്പോ ആ ഒരു താടിക്കാരൻ വില്ലൻ ഇപ്പൊ ലീയെ അട്ടിച്ചു തെറിപ്പിക്കും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ 3 ആൾക്കാർ ഫൈറ്റ് ചെയ്യുമ്പോ അതിലൊരിടി പോലും ആ വില്ലന്മാർക്ക് കൊള്ളില്ല. ഇതിപ്പോ എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് കിബയെ നോക്കുമ്പോഴായിരിക്കും അവനൊരു സിഗ്നൽ കാണിച്ചു കൊടുക്കുക. ദൂരത്തായിട്ട് അക്കമരു ആവട്ടെ കങ്കൂരയുടെ ബൊമ്മകള് അത് ഓരോന്നായിട്ട് ഇപ്പൊ പെറുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോ അവർക്ക് മനസ്സിലാവും പട്ടിക്കുട്ടി ഇപ്പൊ അവരുടെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടെമരി കാറ്റടിപ്പിച്ച് വാട്ടർഫോൾസ് ആ ഒരു വില്ലത്തിയുടെ നേർക്ക് തിരിച്ചു വിടും. ആ ഗ്യാപ്പിൽ ടെമരി അവള് സമറിൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ വില്ലത്തിയെ അങ്ങനെ തല്ലി കൊന്നുകളയും. ഇവിടെ ഗാറ ആ വില്ലന്റെ നേർക്ക് വന്ന് അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് വില്ലനെ അടിച്ചു കൊല്ലും. പക്ഷെ എന്താ, ഗാറ അങ്ങനെ തന്നെ ഇപ്പൊ തളർന്ന് താഴെ വീഴും. അപ്പൊ ലോങ് ഷോട്ടിന്ന് ഇപ്പൊ കക്ഷുകയുടെ കരച്ചിൽ കേൾക്കുമ്പോ നമ്മുടെ ആൾക്കാര് അവിടേക്ക് ഓടും. കട്ട് ചെയ്താ ഇപ്പൊ കിബയും അക്കമറു പട്ടിക്കുട്ടിയാവട്ടെ ആ ഒരു ചിന്ന പയ്യൻ വില്ലനെ അങ്ങനെ തന്നെ കങ്കൂരയുടെ പപ്പടിനുള്ളിലായിട്ട് ലോക്ക് ചെയ്ത് പിടിക്കും. അതേ സമയത്ത് കങ്കൂര ആവട്ടെ ഒരുപാട് കത്തിയെറിഞ്ഞ് ആ ഒരു ചിന്ന പയ്യൻ വില്ലനെ അവിടെ തന്നെ കൊന്നുകളയും. കട്ട് ചെയ്താ ഇപ്പൊ ഗാറ ആവട്ടെ മക്ഷുകയെ രക്ഷിക്കാനായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആ മെയിൻ വില്ലൻ അവനാവട്ടെ വിട്ടുകൊടുക്കാതെ മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. കാര്യം മനസ്സിലാക്കിയ ഷിനോ അവന്റെ ഈച്ചകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരുടെ അടുത്തേക്കും ഇപ്പൊ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ ഒരു മെയിൻ വില്ലനെ പിടിക്കാനായി അവന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. ഗാറ അവൻ പതിയെ കക്ഷുകയുടെ ആ ഒരു ആയുധം അത് കയ്യിലെടുക്കും. തീർച്ചയായിട്ടും ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഗാറയാവട്ടെ ഇപ്പൊ ടെററായിട്ട് നിൽക്കും. അങ്ങനെ ക്ലോസപ്പ് ഷോട്ടില് ഇപ്പൊ ഗാറയെ കാണിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ്